ഹിതാഹിതം സുഖം ദുഃഖം ആയുക്തസ്യ ഹിതാഹിതം മാനം ച തച്ച യത്രോക്തം ആയുർവേദ സ ഉച്യതേ. ഭാരതീയ ആയുർവേദമെന്നാൽ കേരളീയ ആയുർവേദമായിരുന്നു ഒരു കാലത്ത്. വേദോപനിഷത്തുകളിൽ നിന്നും ഋഷിവര്യന്മാരിൽ നിന്നും ഉരുവം കൊണ്ട ഈ ചികിത്സാശാഖയുടെ ഈറ്റില്ലമായ കേരള ഭൂവിൽ കാലത്തെ അതിജീവിച്ച് സഹകരണാടിസ്ഥാനത്തിൽ ഒരു ചികിത്സാ സമാജം നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യവും ചിട്ടയും തനിമയും കൈവിടാതെ 1.25 നൂറ്റാണ്ടിലെത്തുമ്പോഴും സഹജീവികൾക്ക് ക്ഷേമവും ആരോഗ്യവും പ്രദാനം ചെയ്ത് നിലനിൽക്കുകയാണ് കേരളീയ ആയുർവേദ സമാജം. ശതോത്തര ജൂബിലി ആഘോഷങ്ങൾക്ക് വരും വർഷത്തേക്ക് തയ്യാറെടുക്കുന്ന ആയുർവേദ സമാജത്തിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ചും ചികിത്സാ പെരുമയെക്കുറിച്ചും പറയുകയാണ് 2 ഭാഗങ്ങളിലായി. കേരളീയ ആയുർവേദ സമാജം, ചികിത്സയുടെ ശതോത്തര മഹിമ. യോഗീന്ദ്രാണാം त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजं निवासो രാമായണ ശീലുകൾ ഉയരുന്ന കർക്കിടകത്തിന്റെ നനുത്ത സന്ധ്യ. ശ്രീരാമ ഭഗവാന്റെ അവദാനങ്ങളെ വാഴ്ത്തി, ശ്രീ ഹനുമാന്റെ വിധേയത്തെ പുകഴ്ത്തി, രാവണപ്രഭുവിൻ്റെ അഹങ്കാരത്തെ ഇകഴ്ത്തി ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഉയരുകയാണ്. ഈ മാസം തന്നെയാണ് ആയുർവേദത്തിൻ്റെ അനുഷ്ഠാന ദിനങ്ങളും. കർക്കിടകത്തിൻ്റെ ഈ പാവനസന്ധിയിൽ കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ ചികിത്സാ വഴിയുടെ 2ാം ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഋഷിപ്രോക്തമായ ആയുർവേദം അഷ്ടവൈദ്യന്മാരിലൂടെ മാനവ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ ലോകമാനം വ്യാപിച്ചപ്പോൾ ഇന്ന് കാണുന്ന തരത്തിൽ ഈ ചികിത്സാശാഖയെ കേരളത്തിൽ പരിപോഷിപ്പിക്കുന്നതിന് നിദാനമായി നിന്ന ഒരു പ്രസ്ഥാനമാണ് കേരളീയ ആയുർവേദ സമാജം. 1902 രൂപം കൊണ്ട് 1912 ഭരണസമിതിയിലൂടെ സഞ്ചരിച്ച് 1940 സഹകരണ ചാരിറ്റബിളായി രജിസ്റ്റർ ചെയ്ത ഈ സമാജം ഇന്നും പാരമ്പര്യ രീതികളോട് നീതി പുലർത്തുന്നു എന്നതാണ് ഈ സംരംഭത്തെ വ്യത്യസ്തവും വേറിട്ടതുമാക്കുന്നത്. അഷ്ടവൈദ്യ പാരമ്പര്യത്തിലൂന്നി ആധുനിക തലമുറയിലെ വിഷഗ്ര പ്രതിഭകളുമായി കൈകൊടുത്ത് പൗരാണിക സമ്പ്രദായം ആധുനിക കാലത്തിന് ഉതകുന്ന തരത്തിൽ 125 വർഷമെത്തുമ്പോഴും നടപ്പാക്കിയെടുക്കുകയാണ് കേരളീയ ആയുർവേദ സമാജം. മികച്ച ചികിത്സ എന്നത് വാക്കുകളിലും പരസ്യവാചകങ്ങളിലുമല്ല ഒതുക്കേണ്ടത്, മറിച്ച് രോഗികളോടും മരുന്നിനോടും ഇവർ കാണിക്കുന്ന സൃഷ്ടിപരമായ സമീപനമാണ് സദൃശ്യമാകുന്നത്. ഓരോ രോഗിയെയും അവരുടെ രോഗാവസ്ഥയെയും പ്രത്യേകം പരിഗണിക്കുന്നു എന്ന ശൈലിയാണ് കാലങ്ങളായി ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. പല രോഗികൾക്കും വരുന്ന ഒരേ രോഗത്തിന് പോലും പ്രത്യേകം അടുപ്പുകൾ സജ്ജീകരിച്ച് ഔഷധം തയ്യാറാക്കി നൽകുകയാണ്. രോഗിയും രോഗങ്ങളും തമ്മിലുള്ള സമ്പൂർണ്ണ മോചനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ലാഭനഷ്ട കണക്കെടുപ്പിന് പ്രസക്തിയില്ലാതാകുന്നു. ഓരോ ശരീരവും ആവശ്യപ്പെടുന്ന അളവിൽ മാത്രമേ ഇവിടെ ഔഷധം തയ്യാറാക്കുന്നുള്ളൂ, മാത്രമല്ല അവർക്ക് നൽകുന്നുമുള്ളൂ. കഷായങ്ങൾ ഇപ്പോഴും അങ്ങ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു രോഗിയുടെ വന്നാൽ ആ ഭിഷഗ്വരന് എന്തെന്നൊക്കെ മരുന്ന് ചേർത്താണോ കഷായം ഉണ്ടാക്കേണ്ടത്, ആ ആളിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ വിറക് കത്തിച്ച് മൺകലത്തിൽ കഷായം ഉണ്ടാക്കിയാണ് ആ ആളിന് കൊടുക്കുന്നത്. ബാക്കിയൊന്നും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അരിഷ്ടമൊക്കെ ഇത്ര ദിവസം കെട്ടിവെക്കണം. അതുപോലെ തന്നെ ഗുളികയുടെ കാര്യത്തിനാണെങ്കിൽ കാലം വേണം, അതിന് അരച്ചുണ്ടാക്കണം. അതൊന്നും അന്നേരം ഉണ്ടാക്കാൻ ഒക്കില്ല.
ആ സമയത്ത് 7 ദിവസത്തേക്കും കൊടുക്കുന്ന അല്ലെങ്കിൽ 14 ദിവസത്തേക്ക് കൊടുക്കുന്നത് കഷായം മാത്രം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഗുളിക അന്നേരം ഉണ്ടാക്കി കൊടുക്കാനാവില്ല. അതുപോലെ തന്നെ അരിഷ്ടം ഇത്ര ദിവസം, മിനിമം 60 ദിവസം അല്ലെങ്കിൽ 45 ദിവസം എങ്കിലും അത് കെട്ടിവെക്കണം. അപ്പോൾ നമുക്ക് അന്നേരം അത് പ്രായോഗികമല്ല. പ്രായോഗികമായിട്ടുള്ള കഷായം ഇപ്പോഴും ആ പാരമ്പര്യമനുസരിച്ച് തന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു 10-20 അടുപ്പുകളും 10-20 കലത്തിൽ കഷായം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. നിങ്ങളവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് നേരിട്ട് ബോധ്യമാകും. ഇതാണ് ഓരോ ബെഡിലേക്കും ആവശ്യമുള്ള കഷായങ്ങൾ ഇവിടെ അപ്പം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. പല നഴ്സിംഗ് ഹോമുകളിലും ഇപ്പം അങ്ങനെയല്ല, ഈ ബോട്ടിൽ ചെയ്ത കഷായങ്ങൾ തന്നെയാണ് പലർക്കും കൊടുക്കുന്നത്. അതൊരു ഒരു ഇതാണ്, അതിൻ്റെ ഫലം ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഫ്രഷായിട്ടുള്ള മരുന്നുകൾ, മറ്റ് പെസ്റ്റിസൈഡ്സ്, മറ്റേ ഇതുകളൊന്നും ചേർക്കാണ്ട് ശുദ്ധമായിട്ടുള്ള ആയുർവേദ കഷായം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം, പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സ്ഥാപനം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അനുശാസിക്കുന്ന ഔഷധങ്ങൾക്ക് പുറമേ ഋഷിതുല്യരായ ഭിഷഗ്വരന്മാർ നൂറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തിൽ നിന്നും ആർജിച്ചെടുത്ത അമൂല്യങ്ങളായ മരുന്നുകളും ഇവിടെ തയ്യാറാക്കുന്നു. ഉദാഹരണമായി പറയാനുള്ളത്, തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് ആദ്യം പെയ്യുന്ന മഴയിൽ നിന്നും സംഭരിക്കുന്ന ജലം അമൃതിന് സമാനമായ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുന്ന കേരളത്തിലെ അപൂർവം ആയുർവേദ സ്ഥാപനങ്ങളിലൊന്നാണിത്. അണുതൈലവും ചതവിനും ഒടിവിനും ഗുണം ചെയ്യുന്ന ഗന്ധതൈലവുമെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്ന ഔഷധങ്ങളാണെന്നതും ശ്രദ്ധേയം. ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ മുന്നിൽ വെറും ഭിഷഗ്വരനാകുന്നില്ല ഇവർ. രോഗിയും വൈദ്യനും തമ്മിലുള്ള മാനസിക ഇഴയെടുപ്പമാണ് പ്രധാനം. അത് ആദ്യമേ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടുത്തെ വൈദ്യന്മാർ. തുടർന്നാണ് ശരിയായ ചികിത്സ ആരംഭിക്കുന്നത്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉണ്ടെന്നതും ഇവിടെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്നിപ്പോൾ അലോപ്പതിയിൽ ഹാർട്ട്, കിഡ്നി, കണ്ണ് അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഞങ്ങൾ നോക്കുന്നത് ഏത് ചികിത്സ വന്നാലും ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സകളുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അത് പെർമനൻ്റ് ആയിട്ടുള്ള റിക്കവറി ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ടെന്നുള്ളതാണ് സത്യം. പൗരാണിക ചികിത്സാവിധികൾ ഇന്നും കാക്കുന്നു എന്ന് മാത്രമല്ല, രസായന ചികിത്സയുടെ പല വിഭാഗങ്ങളും ഗവേഷണ കുതുകികൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിന് ഉദാഹരണമാണ് കായകൽപ്പ ചികിത്സ എന്ന രസായന ചികിത്സയുടെ വകഭേദം. കാലം ഒരു മനുഷ്യ ശരീരത്തിൽ വരുത്തുന്ന ജരാനരകളെ അകറ്റി യൗവനം തിരിച്ചു കൊണ്ടുവരുന്ന ഈ ചികിത്സ ഇവിടെ മുമ്പ് പ്രാവർത്തികമാക്കിയിരുന്നു. കുട്ടഞ്ചേരി മൂസെന്ന ഭിഷഗ്വര പ്രതിഭയാണ് കായകൽപ്പ ചികിത്സയ്ക്ക് വേണ്ടി ആദ്യ ഒരുക്കം ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് നടത്തിയത്. സവിശേഷമായ ഒരു ജീവിതചര്യ തന്നെ ഇതിന് അനുഷ്ഠിക്കേണ്ടതുണ്ട്. യൗവനം മോഹിപ്പിക്കുന്നുവെങ്കിലും അതിലും കഠിനമാണ് ഈ ചികിത്സയും ചികിത്സാരീതിയും. കുടിപ്രാദേശികം, വാതാടിവികം എന്നീ 2 വിഭാഗങ്ങളിലായാണ് ചികിത്സ. ഇപ്പോൾ ആരും ഈ ചികിത്സ അനുഷ്ഠിക്കുന്നില്ലെങ്കിലും പുതുതലമുറയ്ക്ക് അത് പഠന വിഷയമാകുന്നതിനാൽ സമാജം അതിൻ്റെ രീതികൾ നിലനിർത്തിപ്പോരുന്നു. മാത്രമല്ല, അന്യരാജ്യങ്ങളിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം വിളമ്പുന്നതിൽ ഇത്തരം ചികിത്സകൾ അത്ഭുതപ്പെടുത്തുന്നു എന്നതും സവിശേഷമാണ്. പല ഭാഗത്തു നിന്നുള്ള പേഷ്യൻസ് വരുന്നുണ്ട്. വേൾഡിൻ്റെ പുറത്തുനിന്നും, ഇന്ത്യക്ക് പുറത്തുനിന്നും, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും ഒക്കെ വരുന്നുണ്ട്, പേഷ്യൻസ് വരുന്നുണ്ട്. ആ പേഷ്യൻസ് വന്നതിന് ശേഷം നമ്മൾ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ആ ഓരോ പേഷ്യൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, ആ ചികിത്സകൾ എല്ലാ ചികിത്സകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മറ്റ് അഭ്യംഗം പോലുള്ള കേരളീയ ചികിത്സാവിധികളും നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ പാക്കേജ് സംവിധാനങ്ങളല്ല. പേഷ്യൻറ്റുകൾ വരുന്ന അവരുടെ കണ്ടീഷനും രോഗസ്ഥിതി അനുസരിച്ച് അവർക്കുള്ള ചികിത്സാവിധികളും മരുന്നുകളും നിർണ്ണയിക്കുന്നു. ആ മരുന്നുകൾ, അവർക്കനുസൃതമായ മരുന്നുകൾ നമ്മളുടെ ഇവിടുത്തെ കഷായം സ്പെഷ്യലായിട്ടാണ് മരുന്നുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അന്യരാജ്യങ്ങളിലുള്ളവരാണ് പ്രാധാന്യം കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ യഥാർത്ഥ ആയുർവേദം ഇവിടെ വന്നിരിക്കുന്ന ഒരു രോഗി ഒരു 10 പേരെയെങ്കിലും പറഞ്ഞുവിടും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ആ കുടുംബാംഗങ്ങൾ മാത്രമല്ല, 10 പേരെങ്കിലും പറഞ്ഞുവിടും. അങ്ങനെ ഞങ്ങൾക്ക് വാമൊഴി കൊണ്ട് പറഞ്ഞ് അനുഭവസ്ഥര് പറഞ്ഞിട്ടാണ് മുക്കാലും ഇവിടെ രോഗികൾ വരുന്നതെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ വരുന്നവരുടെ ഒരു 99% പരാതി പറയാതെ അവർക്ക് ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള മരുന്നുകളും ചികിത്സയും അതുപോലെ തന്നെ ആഹാരവും ഒക്കെ നിഷ്കരിക്കാൻ പറ്റിയ ജീവനക്കാരും, വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ജീവനക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു അഭിമാനാർഹമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായിട്ട് എന്നും രോഗികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ പല രോഗങ്ങൾക്കും അവർക്ക് നല്ല ചികിത്സ ഇവിടെ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അവരിവിടെ വന്നിട്ട് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വരുന്നവരുണ്ട്. ചിലപ്പോൾ എല്ലാ വർഷവും ബുക്ക് ചെയ്ത് പോകുന്നവരുമുണ്ട്. അങ്ങനെ ധാരാളം പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഖമസ്തു പരം ജഗത് എന്നാണ് സമാജത്തിൻ്റെ ആപ്തവാക്യം. അതിനു പുറമെ നല്ല സന്തതി, നല്ല സമൂഹം, നല്ല രാഷ്ട്രം എന്ന സമാജത്തിൻ്റെ രൂപീകരണ സമയത്തെ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിന് വേദഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി വിവാഹത്തോടൊപ്പം തന്നെ ആരംഭിക്കുന്ന പ്രത്യേക മരുന്നുകളും ചികിത്സയും പ്രസക്തമാണ്. മാത്രമല്ല നടപ്പിലാക്കിയും വരുന്നു. നാഡീജന്യ രോഗങ്ങൾ, പ്രമേഹം, വന്ധ്യത, ഓട്ടിസം, എക്സിക്യൂട്ടീവുകൾക്കുണ്ടാകുന്ന പ്രത്യേക അസ്കിതകൾ എല്ലാത്തിനും ഇവിടെ കാര്യമായ ചികിത്സ ഇതുവഴി നൽകുന്നു. മാത്രമല്ല ഇത്തരം പരമ്പരാഗത ചികിത്സകൾ പഠിക്കാനും പഠിപ്പിക്കുവാനും ആദ്യമായി വൈദ്യശിരോമണി ആരംഭിച്ചതും ഇവിടെയാണ്. ഇവിടെ എല്ലാതരം അസുഖത്തിനും ആൾക്കാർ സമീപിക്കുന്നുണ്ട്. സ്കിൻ ഡിസീസ്, പിന്നെ നടുവേദന, സാധാരണമായിട്ട് വരുന്ന നടുവേദന, മുട്ടുവേദന അതുപോലുള്ള അസുഖങ്ങൾ, പിന്നെ ഓട്ടിസം പോലുള്ള കുട്ടികളുടെ അസുഖങ്ങൾ, പിന്നെ പ്രായമായിട്ടുള്ളവരുടെ അസുഖങ്ങൾ എല്ലാം എല്ലാ രീതിയിലുള്ള രോഗികളും ഇവിടെ വരുന്നുണ്ട്. കണ്ണടയുടെ പവർ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കൊണ്ടുവരേണ്ട ആവശ്യമുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ തർപ്പണം പോലെയുള്ള ചികിത്സകൾ ഒക്കെ ചെയ്ത് പിന്നെ അകത്തേക്കുള്ള മരുന്നുകൾ ഒക്കെ കൊടുത്ത് നമ്മളതിന് ഫലപ്രദമായിട്ട് ചികിത്സിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമുക്ക് കണ്ണടയുടെ പവർ വർദ്ധിക്കുന്നതൊക്കെ ഒഴിവാക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ മുതിർന്നവരിൽ നമുക്ക് ക്രോണിക്കായിട്ടുള്ള അലർജികൾ കണ്ണിനുണ്ടാകുന്ന, അതുപോലെ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന നേത്രരോഗങ്ങൾ, കണ്ണിന് അകത്ത് വരുന്ന നീർക്കെട്ട്, അതുപോലെ അടിക്കടി കണ്ണിൻ്റെ റെറ്റിനയിൽ രക്തസ്രാവം ഉണ്ടാവുക, അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് ആയുർവേദം കൊണ്ട് ഫലപ്രദമായ ചികിത്സകൾ ചെയ്ത് അതിനെ പ്രതിരോധിക്കാനും ഒരുവിധം കാഴ്ചയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കും. ചികിത്സാ കാലയളവിലുടനീളം വൈദ്യ നിരീക്ഷണ നിർദ്ദേശങ്ങളും യുക്തമായ പഥ്യ ആഹാര വിഹാരങ്ങളും ഇവിടെ ചിട്ടയോടുകൂടി രോഗികൾക്ക് ഉറപ്പു നൽകാറുണ്ട്. പിന്നെ രോഗനിർണയത്തിലേക്ക് വരികയാണെങ്കിൽ ആയുർവേദ വൈദ്യശാസ്ത്ര പ്രകാരമുള്ള രോഗനിർണയ ഉപാധികൾക്ക് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപോൽപ്പന്നങ്ങളായ രക്തപരിശോധനാ സാമ്പിളുകൾ, എക്സ്റേ, MRI, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ ഉപോൽപ്പന്നമായിട്ടുള്ള രോഗനിർണയ വിധികളും ഇവിടെ കാലോചിതമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഇവിടെ ഞങ്ങൾക്ക് ന്യൂനതകൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വരുന്ന രോഗികൾക്ക് അവരുടെ ശീലമനുസരിച്ചുള്ള ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ അതൃപ്തി ഉണ്ടാകും. ആ അതൃപ്തി ഞങ്ങൾക്കൊക്കെ മുമ്പിൽ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ കഷായം കുടിക്കുന്നു, കഷായത്തിൻ്റെ ഒരല്പം കയ്പോ അല്ലെങ്കിൽ ഉണ്ടാവും, അതിൻ്റെ രുചി നോക്കി കഴിക്കുകയാണ് നിവൃത്തിയില്ല. എന്നാലും ഇവിടെ വരുന്നവർ ഒരു 90% ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. അതിനുള്ള ഒരുപാട് അതിൻ്റെ കാര്യങ്ങളുണ്ട്. ആഹാരാദികൾ ഇപ്പോൾ ഞങ്ങൾ കഞ്ഞി കൊടുത്തു, ആ കഞ്ഞിയിൽ തൃപ്തല്ലാതെ ചിലരൊക്കെ വരാം. പക്ഷേ ഒരു 5-6 ദിവസം കഴിച്ചു കഴിയുമ്പോൾ ഇതിനോട് താതാമ്യം പ്രാപിക്കുകയും അവരുടെ വയറിനും ശരീരത്തിനും സുഖം കിട്ടുമ്പോൾ ഇത് മതി സാറേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരാണ് ഞങ്ങൾക്ക് കാണുന്നത്. വരുമ്പോൾ ചിലപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ചിലപ്പോൾ അതൃപ്തിയൊക്കെ ഉണ്ടാവും. കാരണം ഇന്നത്തെ ഒരു ആഹാര രീതിയെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കണ്ടല്ലോ, അത് ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറി, ഭാരതീയ സനാതന സംസ്കാരത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സനാതനധർമ്മം
ഈ ആയുർവേദത്തിലൂടെ തന്നെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. അത് ഭാരതമൊട്ടാകെ നമ്മളുടെ ഈ ഒരു പാരമ്പര്യം നിലനിർത്തത്തക്ക വിധത്തിൽ ലോകത്തിൻ്റെ ആചാര്യസ്ഥാനം ഏറ്റെടുക്കാൻ ഭാരതം തയ്യാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിനും കൂടി അതുപോലെ തന്നെ പ്രാധാന്യം ഉണ്ടാകും. അതുണ്ടാക്കാൻ ജനങ്ങളുടെ കൂടെ ഭരണസമിതിയുടെ കൂടെ ഞങ്ങളുമൊക്കെ ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ ആയുർവേദത്തിൽ ഒരിക്കലും ചികിത്സ മാത്രമല്ല പ്രധാനം, അതിൻ്റെ പഥ്യാപഥ്യങ്ങളും ഒരു പ്രധാന പങ്കാണ്. പഥ്യാപഥ്യങ്ങൾ വേണ്ട വിധത്തിൽ പാലിച്ചില്ല വെച്ചാൽ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ഫെയിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമ്പ്രദായം ഇവിടെ എല്ലാം ഒരു ഒതൻറ്റിക് മെത്തേഡിൽ നടന്നിരുന്നതാണ്, ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന് ഇന്ന് ലോകം മുഴുവൻ വേണ്ട പ്രസിദ്ധി കിട്ടും. മനസ്സിൻ്റെ ആരോഗ്യത്തിന് യോഗയെ കൂട്ടുപിടിക്കുന്നതിനൊപ്പം അന്യം നിന്നുപോയ ഔഷധച്ചെടികൾ സംരക്ഷിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് ഔഷധച്ചെടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇവയുടെ അനന്യമായ സമ്പത്തുമായി ഔഷധ നഴ്സറി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പച്ചമരുന്നില്ലാതാകുന്ന ആധുനികതയുടെ വരണ്ട മണ്ണിൽ ഇത്തരം നീക്കങ്ങൾ അനിവാര്യമാണെന്ന് സമൂഹത്തെ അറിയിക്കുക കൂടിയാണ് കേരളീയ ആയുർവേദ സമാജം. ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ വൈദ്യ ശിരോമണി തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പം അത് ഞങ്ങളുടെ തന്നെ കോളേജ് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ശൃംഗേരിയുടെ സഹായത്താൽ ഞങ്ങളവിടെ അതിന് വേണ്ട ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ളതൊക്കെ കൊടുക്കുന്നത്. അവിടെ ഈ കോഴ്സ് നടത്തുന്നതുകൊണ്ട് ഇവിടെ അതിപ്പോൾ റെഗുലറായിട്ട് ഞങ്ങൾ നടത്താറില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ ആയുർവേദത്തിൻ്റെയും തിരുമ്മലിൻ്റെയും ഒക്കെ കോഴ്സ് നടത്തിയിരുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോഴും വന്ന് ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, എന്താ നമുക്കിവിടെ ഒരു കോഴ്സ് നടത്തിക്കൂടെ? ഞാൻ പറഞ്ഞു, ഇവിടെ മെഡിക്കൽ കോളേജിലുണ്ടല്ലോ, അവിടെ അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ആധുനിക സൗകര്യങ്ങൾ പരമ്പരാഗത രീതിയിൽ നൽകുവാനുള്ള കാലോചിതമായ മാറ്റത്തിലാണ് കേരളീയ ആയുർവേദ സമാജം. ഇവിടെ ഓരോ ചികിത്സാ മുറിയും ഓരോ വീട് പോലെയാണ്. ആയുർവേദ ചികിത്സയ്ക്ക് അത് അനിവാര്യവുമാണ്. അത് പുതിയ സൗകര്യങ്ങളോടെ നിലനിർത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. PS വാര്യർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇതിനു മുമ്പ് കഷായം അന്നേരം വെച്ചാൽ കൊടുത്തുകൊണ്ടിരുന്നത്, കുപ്പിയിലൊടക്കി കൊടുക്കാറില്ല. PS വാര്യർ കോട്ടയ്ക്കലെ അദ്ദേഹമാണ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് കുപ്പിയിലാക്കി മരുന്ന് നമുക്ക് സൂക്ഷിക്കാം കഷായം. അത് ഒരു മോഡേണൈസേഷൻ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഗുളിക വയ്ക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ അരിഷ്ടങ്ങൾ തന്നെ നമുക്ക് ഗുളിക പരുവത്തിലാക്കി ക്യാപ്സ്യൂളാക്കി കൊടുക്കുന്ന രീതിയുണ്ട്. അത് ഞങ്ങൾക്കിവിടെ ഒരു പണ്ഡിത സദസ്സുണ്ട്. ആ പണ്ഡിത സദസ്സിൻ്റെ അംഗീകാരത്തോടു കൂടി മാറ്റാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഫോറിൻ രോഗികൾ വരുമ്പോൾ അവർക്ക് കഷായം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് ക്യാപ്സ്യൂളാക്കി കൊണ്ടുപോയാൽ പറ്റുമെന്ന് അവർ പലരും പറയുന്നുണ്ട്. ഇതുവരെ ഞങ്ങളത് നടപ്പാക്കിയിട്ടില്ല. അത് ഞങ്ങളുടെ കമ്മിറ്റി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ ഡ്രോബാക്ക് വരും. അത് അഷ്ടവൈദ്യൻ ദിവാകരമൂസ് ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങളതിന് തയ്യാറാവുകയുള്ളൂ. ഞങ്ങൾ ഈ ബോർഡിലുള്ളവരല്ല അത് തീരുമാനിക്കുന്നത്. മരുന്നിൻ്റെ ഉൽപ്പാദന രീതി കുറേയൊക്കെ നമ്മൾ മരുന്നുകൾ സ്വയം ഇവിടെ കൊണ്ടുവന്ന് തരും. ചില അങ്ങാടി മരുന്നുകളൊക്കെ പുറമേ നിന്ന് വാങ്ങും. മറ്റു വേരുകൾ പച്ചമരുന്നുകളൊക്കെ ഇവിടെ സ്ഥിരം കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു 200ഓളം സ്റ്റാഫിന് ജോലി ഉണ്ടെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് ഈ വേരുകൾ കൊണ്ടുവരുന്നവർ, ചെടി പറിക്കുന്നവർ, അത് നട്ടു വളർത്തുന്നവർ, അങ്ങനെയൊക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ പാരമ്പര്യ രീതിയിൽ തന്നെ ഒട്ടും മരുന്നിൻ്റെ ആ ഒരു ഇത് ശോഷണം സംഭവിക്കാതെ അത്രയും നല്ല രീതിയിലാണ് മരുന്നുകൾ തയ്യാറാക്കുന്നത്. ഫാക്ടറിയിൽ പാരമ്പര്യ രീതിയിൽ തന്നെ മോഡേൺ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനക്ഷമത കൂട്ടാൻ കുറേ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മരുന്നിൻ്റെ എഫിക്കസി പോവാത്ത രീതിയിലുള്ള ആ നല്ല ഒരു സമ്പ്രദായത്തിലാണ് ആചാര്യന്മാർ നമുക്ക് മാർഗം കാണിച്ചു തന്ന അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും മരുന്നുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകൾക്ക് റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ടാബ്ലറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് 30% ബൈൻഡേഴ്സൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വരുന്നതിനും ആ ഒരു എഫിക്കസി കുറവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗുളികകളൊക്കെ അതേപോലെ മരുന്നുകൾ മാത്രമാണ് 100% മരുന്ന് തന്നെയാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത് ആവുന്നതും പരമാവധി നമ്മുടെ അടുപ്പിലുള്ള നിർമ്മാണം, പിന്നെ യഥാർത്ഥത്തിൽ അതിൽ നിഷ്കർഷിച്ചിട്ടുള്ള അതേ മരുന്നുകൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത്, പിന്നെ അത് പാകം ചെയ്യുന്ന വിധം, ഇതൊക്കെ ആ പൗരാണികമായിട്ടുള്ള പാരമ്പര്യമനുസരിച്ചുള്ള രീതിയിലാണ് ചെയ്തു വരുന്നത്. അതിങ്ങനെ തലമുറയായിട്ട് കൈമാറി
അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ നമുക്കുണ്ട്. കാരണം ഒരു പ്രായം അയാൾ മാറിക്കഴിഞ്ഞാൽ അയാൾ അതിന് മുമ്പ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതപ്പോൾ ഇവിടെ വരാന്തയിൽ സേതു എന്നുള്ള ആളിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇവിടുത്തെ സീനിയറായിട്ടുള്ളൊരു ഇത് തയ്യാറാക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ നമ്മൾ ആൾക്കാരുണ്ട്, ജോലിയുണ്ട്. കാരണം അങ്ങോർക്ക് വയ്യാത്ത ഇതുവരെ ജോലി ചെയ്യാൻ വരുമ്പോഴേക്കും ഈ വിഷയത്തിൽ അയാൾ ശിഷ്യന്മാർക്ക് പ്രാവീണ്യം സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യും. അങ്ങനെയാണിത് ഒരു തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തിരക്കിട്ട പാതയിൽ കൂടി ആധുനിക ലോകം സഞ്ചരിക്കുമ്പോൾ കഷായവും ഗുളികകളും തിരക്കിട്ട ജീവിതത്തിന് പ്രാപ്യമാകുന്ന തരത്തിൽ ലളിതവൽക്കരിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ ആ സിസ്റ്റം വിട്ട് ആ പഴയ സമ്പ്രദായം അനുസരിച്ച് ആ നിശ്ചിത സമയവും നിശ്ചിത ജോലിക്കാരും വെച്ച് ചികിത്സകന്മാർ തെറാപ്പിസ്റ്റുകളെ ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ട്, റെസ്റ്റോറൻറ്റുകളിലും ബാക്കിയുള്ളതൊക്കെ ചുരുങ്ങിയ ചിലവിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവർ ഒഴിവന്ന മുറികളിലൊക്കെ അവർക്ക് ഇവരെ കിടത്താനും കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇവിടുത്തെ മിക്കവാറും എല്ലാ വാർഡുകളും എല്ലാ വാർഡുകളും എല്ലാ സ്ഥലങ്ങളും സ്വതന്ത്രമായിട്ടുള്ള യൂണിറ്റുകളാണ്. ഒരു കയറിവര വരാന്ത, ഒരു റിസപ്ഷൻ, ഒരു അടുക്കള, ഒരു ചികിത്സാമുറി, ഒരു ഡൈനിങ് ഹാള്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്കൊരു വീടായിട്ട് പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഈ വരുന്ന ആളുകൾ അവർ കുടുംബമായിട്ട് വന്നിട്ടാണ് താമസിക്കുക. അപ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, ബാക്കി ചെയ്യുക. അതായത് വൈദ്യന്മാർ നിശ്ചയിക്കുന്ന രീതിയിലുള്ള വീട്ടം. ആയുർവേദവുമായി ബന്ധപ്പെട്ട് വെജ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആ വെജിൽ തന്നെ ചില സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഓരോ രോഗത്തിനനുസരിച്ച്. ഇപ്പോഴും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ആ വിധിപ്രകാരമാണ്. ഓരോ രോഗിക്കും ആവശ്യമായ ഭക്ഷണം ഇവിടെ ഓർഡർ കൊടുക്കും, അതിനനുസരിച്ച് കൊടുക്കും. ഇപ്പോൾ ചരക സംഹിതയിലെ മരുന്ന് മറ്റേൽ അഷ്ടാംഗത്തിലുള്ള ഇതിലുണ്ടാവില്ല. അപ്പോൾ അഷ്ടാംഗത്തിലത്തെ നോക്കിയിട്ട് അഷ്ടാംഗത്തിലത്തെയും ചരക സംഹിതയിലത്തെ ചില മരുന്നുകളും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇവിടുത്തെ പൗരാണികരായിട്ടുള്ള ഡോക്ടർമാർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സമാജത്തിൻ്റെ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തിലാണ് ഇവിടെ ചികിത്സയും മരുന്നും എല്ലാം നൽകുന്നത്. ഞങ്ങളിപ്പോൾ അടുത്തൊരു വികസനത്തേക്ക് പോണതെന്ന് വെച്ചാൽ കുറേ ചെറിയ ചെറിയ കോട്ടേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഉള്ളിൽ പോയാൽ വളരെ സൗകര്യം കുറവാണ്. അതൊക്കെ ഒന്ന് പുതുക്കി പണിയണം. പിന്നെ ഇവിടെ ലാബറട്ടറി ഇല്ല. ഇപ്പോഴത്തെ എന്താണ് ആധുനികമായിട്ടുള്ള നമുക്ക് സർട്ടിഫിക്കേഷൻസ് കുറേ ആവശ്യമാണ്. പണ്ട് കാലത്ത് ഈ സർട്ടിഫിക്കേഷൻസ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ള ഇവിടെ സർട്ടിഫിക്കറ്റുള്ള GMP സർട്ടിഫിക്കറ്റ്, എക്സൈസ് സർട്ടിഫിക്കറ്റ്, ഫുഡ് ഡ്രഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഇത്യാദികളേ ഉള്ളൂ. ഇന്ന് ഇൻഷുറൻസാണ്, എല്ലാവർക്കും ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസിന് കുറേ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് അവർ പറയുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളെന്ന് വെച്ചാൽ നമുക്ക് കുറേ ബേസിക്കായിട്ട് കുറേ മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവിടെ വരുത്തുക, ഒരു യോഗ സെൻറ്റർ നടത്തുക, ഈ നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളൊക്കെ വരും തലമുറയ്ക്ക് നൽകാനായിട്ട് ഒരു നല്ലൊരു ലൈബ്രറി ഇവിടെ സംഘടിപ്പിക്കുക. എന്നാൽ ഒരു റെഫറൽ ലൈബ്രറി നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി സംഘടിപ്പിക്കുക. ഇങ്ങനെയുള്ള പലതുമാണ് ഞങ്ങൾ അടുത്തൊരു വികസനത്തേക്ക് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ചികിത്സ മാത്രമല്ല, അതോടൊപ്പം പഥ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട് ആയുർവേദത്തിൽ. അത് നിഷ്കർഷയായി നടപ്പിലാക്കുന്നതിനോടൊപ്പം ആധുനിക തലമുറയ്ക്ക് വേണ്ട മാറ്റങ്ങൾ കൂടി ഇവിടെ ഉൾക്കൊള്ളുകയാണ്. ബിഷഗ്വര പണ്ഡിത സഭയുടെ നിർദ്ദേശാനുസരണം ഭരണസമിതിയാണ് അത് നടപ്പിലാക്കുന്നത്. മരുന്നുകൾ കോളേജ്, നമ്മുടെ PNNM കോളേജിൽ നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ച് അത് അവരുടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട്. ഒപ്പം പബ്ലിക്കിൽ നിന്ന് ഏതെങ്കിലും സ്കൂളുകളിൽ നിന്നോ കുട്ടികൾ വന്നാൽ അവർക്കിത് മനസ്സിലാക്കാനും അവരിലൂടെ ഇത് നമുക്ക് കൂടുതൽ കൃഷി വ്യാപിപ്പിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു മരുന്നുകളുടെ ഉൽപ്പാദനം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ധാരാളം ഈ എന്താ പറയുക ബുഷ് കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് മരുന്നുകളുടെ ചെടികൾ പൂക്കുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് കാരണം നമുക്കിത് ഇപ്പോൾ വഴിയോരങ്ങളിലോ മറ്റ് വളപ്പുകളിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇനി കൾട്ടിവേറ്റ് ചെയ്യേണ്ട ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടോ ഉണ്ടാക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് കുട്ടികളിൽ കൂടുതൽ കൃഷി ഒരു മോശമുള്ള കാര്യമല്ല, ലാഭകരമാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സ്വയം തൊഴിലായിട്ട് നല്ല ഉൽപ്പാദനക്ഷമതയുള്ള നല്ല അതിൻ്റെ ടിഷ്യൂ കൾച്ചർ ചെയ്ത ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മരുന്നുകൾ കൃഷി ചെയ്യാനുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഔഷധ കൃഷിയാണ്. അത് മൂല്യമുള്ളത് വേണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അതിവിടയം എന്നൊക്കെ പറഞ്ഞത് ഒരു കിലോ 9,000-10,000 രൂപയിലേക്ക് വിലയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ കേരളത്തിൽ എന്തും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വില കൂടിയ അങ്ങനത്തെ മരുന്നുകൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത് ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെയധികം
നമുക്ക് മെച്ചപ്പെടാൻ സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സ്കൂളുകളിൽ ഒരു പാഠ്യവിഷയമാക്കിയിട്ട് ഇത് ഇപ്പോൾ മറ്റുള്ളതിനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന പോലെ ഒരു പ്രാഥമികമായിട്ടുള്ള ചില ഔഷധങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള രീതിയിൽ സിലബസ് മാറ്റണം എന്നാണ് എനിക്കത് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ കുറേ ഔഷധ സസ്യത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ അപൂർവങ്ങളാണ്. ഇതൊക്കെ കോട്ടയ്ക്കലുണ്ട്, കുറേ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ. പക്ഷേ ഇന്ന് ഈ ഉദാഹരണം പറഞ്ഞാൽ കുറുന്തോട്ടി വേര് വലിക്കലുള്ളൂ, വയ്ക്കലില്ല, നടലില്ല. നമുക്ക് ആവശ്യം വേരാണ്. ഈ വേര് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടായില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ്റും ശരിക്കും അതിന് വേണ്ട സപ്പോർട്ട് ശരിക്കും ചെയ്യേണ്ടതാണ്. അങ്ങനെ കേരളത്തിൻ്റെ അമൂല്യ സ്വത്തായ ആയുർവേദത്തെ പരിപോഷിപ്പിക്കുന്നതിനും പൗരാണിക രീതിയിൽ നിലനിർത്തുന്നതിനുമൊപ്പം ആരോഗ്യസമ്പന്നമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്തം കൂടി സ്വയം സ്വീകരിക്കുകയാണ് കേരളീയ ആയുർവേദ സമാജം. അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിലനിർത്തുന്ന സുബ്രഹ്മണ്യം മൂസ് പുതുതലമുറയെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഈ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമായിട്ട് ഞാൻ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ സംസ്കാരത്തെ അവഗണിച്ചിട്ടുള്ള സംസ്കാരമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നടപ്പാക്കുന്ന ദിനചര്യകളൊക്കെ ഭാരതീയ സംസ്കാരത്തിന് അനുകൂലമായിട്ടല്ലാതെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് വിലയിരുത്തുന്നു. പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള ഭരണാധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിത രീതിയാണിപ്പോൾ ഉള്ളത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നതെന്നുള്ളതാണ്. വ്യായാമത്തിൻ്റെ അധ്വാനത്തിൻ്റെയും കുറവ് മറ്റൊരു കാര്യമാണ്. അത് കമ്പ്യൂട്ടറൈസേഷൻ്റെയോ മോഡേണൈസേഷൻ്റെയോ ആകാം. ഏതായാലും കൊള്ളാം. ഇങ്ങനെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റം നമ്മളെയൊക്കെ രോഗാതുരരാക്കുന്നുണ്ട്. അത് അലോപ്പതി ദുരുപയോഗം ചെയ്യുന്നില്ലേ എന്ന് വരെയും ഞാൻ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പുതിയ തലമുറ അതിന് വരണമെങ്കിൽ സർക്കാരും സമൂഹവും അതിനു വേണ്ടിയിട്ടൊരു പ്രയത്നം നടത്തണം. കാരണം എൻ്റെ വിലയിരുത്തൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ആയുർവേദത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ആ സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം നടത്തണം. എനിക്കൊക്കെ നല്ല ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ചാണകം മെഴുകിയായിരുന്നു ഉണ്ടായിരുന്നത്. പനിക്കൂർക്ക കൈകൊണ്ടിങ്ങനെ ഞെരടിയിട്ട് അതിൻ്റെ നീര് തറയിലൊഴിച്ച് വടിച്ച് നെറുകയിൽ വെച്ച് എൻ്റെ പനി മാറ്റിയ എൻ്റെ അമ്മയുടെ ആ ചികിത്സാ രീതി, അത് ആ അമ്മമാരെ ഇതുപോലെ ഇനി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള പാരമ്പര്യ ചികിത്സ കേരളത്തിൻ്റെ അഭിമാനമാണ്. അത് സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യത സമൂഹം ഏറ്റെടുക്കണം. ഞങ്ങളതിന് ആകാവുന്നതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. സമർപ്പിതമായ ഒരു ചര്യയാണ് ഇവിടെ ആയുർവേദം. ഓരോ ചികിത്സകനും കാരുണ്യപൂർവ്വം ദൈവീകമായി ചെയ്യുന്ന ദൗത്യം. സമർപ്പണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആന്തരികമായ വിശുദ്ധിയാണ് ഇവിടെ ദർശനമാകുന്നത്. രാജ്യപുരോഗതിക്ക് ഉദ്ദീപനമാകുന്ന ഇത്തരം സ്ഥാപനങ്ങളെ നമ്മുടെ സമൂഹം അംഗീകരിച്ച് നെഞ്ചേറ്റുക വഴി പ്രകാശമാനമായ ഒരു നാളേക്കായി ഒരു തിരി കൊളുത്തുകയാണ് നാം. പൈതൃക സമ്പത്തിൻ്റെ കെടാവിളക്കായി കേരളീയ ആയുർവേദ സമാജത്തിന് ശോഭിക്കുവാൻ കാലം കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.